ഇതിപ്പോൾ ചിക്കൻ സൂപ്പാണോ വെജിറ്റബിൾ സൂപ്പാണോ? അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്യാന്നുണ്ടെങ്കിൽ ഇതേപോലെ ഇരുന്ന് ലോക്ക്ഡൗൺ ടൈമിൽ കുടിക്കാം. അപ്പോൾ ഈ വർക്ക് ഏരിയ വെച്ചുകൊണ്ട് ഞങ്ങളൊരു ചിക്കൻ സൂപ്പ് ഉണ്ടാക്കാൻ പോവുകയാണ്. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് അതാണ്. ചിക്കൻ കുറച്ച് നേരത്തെ ഇവിടെ മേടിച്ച് തിരുപ്പുണ്ടായിരുന്നു. ഉള്ള സാഹചര്യത്തിൽ ഉള്ള പരിധി വെച്ചുകൊണ്ട് നമുക്കിത് ഉണ്ടാക്കുന്നതാണ്, വീട്ടിൽ തന്നെ ഉണ്ടാക്കാവുന്നതാണ്. അപ്പോൾ ആവശ്യത്തിനുള്ള വെള്ളം ഞങ്ങളിവിടെ എടുത്തു വെച്ചിട്ടുണ്ട്. പാനിൽ ഒരല്പം വെള്ളം. ഇതെനിക്ക് അറിഞ്ഞൂടെ, ഇവിടെ പറഞ്ഞതെന്ന് ഞാൻ ചെയ്യുമോ കേട്ടോ. ഇത് ഏതാ ഇടന്തി? നീയും കൂടെ പറഞ്ഞോ, കുഴപ്പമൊന്നുമില്ല. നമ്മൾ ഒറിജിനൽ ചിക്കൻ സൂപ്പ് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്നുള്ള ഓൾറെഡി വീഡിയോ ഇട്ടിട്ടുണ്ട്. ഇത് ഞാൻ പറഞ്ഞല്ലോ, ഉള്ള സാഹചര്യത്തിൽ നമുക്ക് ഒരു ചിക്കൻ സൂപ്പ് ഉണ്ടാക്കാം. അപ്പോൾ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ പറയുന്നത് നമ്മുടെ ശരീരത്തിന് പ്രതിരോധ ശക്തി വേണമെങ്കിൽ ചിക്കൻ സൂപ്പ് ഏറ്റവും നല്ലതാണെന്നാണ് പറയുന്നത്. ഇത് അധികമൊന്നുമില്ല, ഒരു 2-3 ചെറിയ പീസ് ചിക്കൻ കുഞ്ഞു കുഞ്ഞായിട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്നതായത്. ഇത് നമുക്ക് ആ വെള്ളത്തിലോട്ട് ഇട്ട് കൊടുക്കാം. തെറിപ്പിക്കാതെ പടവോന്നും പറഞ്ഞിടുക. അത് കഴിഞ്ഞ് ഇളക്കട്ടെ. ഇളക്കി കൊടുത്തു. അപ്പം ചിക്കൻ റെഡിയാവുന്നു. അപ്പം നേരത്തെ നമ്മൾ ചെയ്തതെന്ന് പറയുന്നത് എന്ത്, എടുത്ത് വെക്കാൻ വേണ്ടി ഒരു പാത്രം എടുത്തു. നേരത്തെ ഞാനിട്ട ചിക്കൻ സൂപ്പ് എന്ന് പറയുന്നത് ചിക്കൻ ആദ്യം വേവിച്ചിട്ട് പിച്ചി എടുത്തിട്ടതാണ്. അങ്ങനെയും ചെയ്യാം കേട്ടോ. അപ്പം ഇന്ന് ഇങ്ങനെ ചെയ്യാൻ കാര്യം എന്ന് പറയുന്നത് ഒരുമിച്ചങ്ങ് വേവുകയും ചെയ്യും, ഒത്തിരി സമയം വേസ്റ്റ് ആക്കുകയും വേണ്ട, എല്ലാം കൂടെ ഒരുമിച്ച് കിടന്ന് വെന്തോളും. വെജിറ്റബിൾസ് ഇങ്ങോട്ട് കണ്ടം ഇറങ്ങിപ്പോന്നു. ഞാൻ പറഞ്ഞു അടിയില് സപ്പോർട്ട് ഞാനിത് ഓഫ് ചെയ്യട്ടെ, പിടിച്ചോണേ. ഇതിൻ്റെ കൂട്ടത്തിൽ തന്നെ വെജിറ്റബിൾസ് കൂടെ ഇട്ടോ. കാബേജ് ഇടണ്ട, ക്യാരറ്റും ബീൻസും കിട്ടും. അപ്പോൾ കുറച്ച് ക്യാരറ്റും കുറച്ച് ബീൻസും. അടുത്തതായിട്ട് ഈർക്കല്. ഇനി ഞാൻ ഇതിലേക്ക് ഇടുന്നത് നൂഡിൽസ്, ഹക്ക നൂഡിൽസ്, മാഗി നൂഡിൽസ് അല്ല. അപ്പോൾ ഇത് വേണമെന്ന് ഒരു നിർബന്ധവും ഇല്ല, എൻ്റെ കയ്യിലുള്ളതുകൊണ്ട് എടുത്തേ ഉള്ളൂ. അപ്പോൾ നൂഡിൽസ് പ്ലസ് സൂപ്പ് പോലെ നമുക്ക് കുടിക്കാം. അപ്പോൾ ഇതെല്ലാം ഒരുമിച്ചങ്ങ് ഇട്ടാൽ മതി, കിടന്ന് വെന്തോളും. പിന്നെ ഇതിലേക്ക് ചേർക്കുന്നത് 1 ടേബിൾ സ്പൂൺ ഇഞ്ചി ചതച്ചത്, 1 ടേബിൾ സ്പൂൺ വെളുത്തുള്ളി ചതച്ചത്, 1 പച്ചമുളക്. ഇനി ഞാൻ കുരുമുളക് പൊടി തുറന്നേ, കാരണം നമുക്ക് ഇടാനുള്ള എല്ലാം ഇട്ട് ഒരുമിച്ചങ്ങ് വേവിക്കുവാണേ. അപ്പം ഇഞ്ചിയും വെളുത്തുള്ളി ഇട്ടപ്പോൾ നല്ല കറക്റ്റ് ഒരു ചൈനീസിൻ്റെ മണം വരുന്നുണ്ട്. നമുക്ക് സ്പ്രിംഗ് ഒനിയനാണ് സൂപ്പിന് സാധാരണ മെയിനായിട്ട് വേണ്ടേ, അതായത് ഉള്ളിത്തണ്ട്. അതുള്ളവർ തീർച്ചയായിട്ടും ഇടണേ. കുരുമുളക് പൊടി ഇട്ടു, ആ 1 സ്പൂൺ ഇടും. സൂപ്പിന് ഇച്ചിരി എരി വേണ്ടേ? അടുത്തതായിട്ട് ജീരകപ്പൊടി ഇതൊക്കെ കാണിക്കണേ. ഇത് ചെറിയ ജീരകം, നല്ല ജീരകം വറുത്ത് പൊടിച്ചത് ഇട്ടു. ഇനി എല്ലാം ഒന്ന് ഇളക്കിക്ക്. ഉപ്പിടണേ, അത് ഒത്തിരി കൂടുതലായ പിന്നെ വേണേൽ ചേർക്കാം, ഇച്ചിരി കൂടെ കുറച്ച് ചേർക്കും. നല്ല മണം വരുന്നേ. നമ്മുടെ ആവി ഇത് അപ്പുറത്തോട്ട് പോകുന്നുണ്ട്. ഇവിടെ വണ്ടിയും വെള്ളമൊന്നും ഇല്ല. അപ്പം ഞങ്ങളുടെ വിജനമായ റോഡിനെ കണ്ടോ. പേരിനും വേണ്ടി ആരെങ്കിലും ഒന്ന് പോയാലായി. ഇന്ന് തൊട്ടിവിടെ നല്ല സ്ട്രിക്റ്റാണ്. രാവിലെ കടകളൊന്നും തുറപ്പിക്കുന്നില്ല. 4 ദിവസത്തേക്ക് മാർക്കറ്റ് ഇല്ലെന്ന് എപ്പോഴും അനൗൺസ്മെൻറ്റ് ചെയ്യുന്നുണ്ടേ. ഒരു വണ്ടി വരുന്നുണ്ട്, എങ്കിലും ഇടയ്ക്കൊക്കെ ഓരോരുത്തർ ഇങ്ങനെ പൊഴിഞ്ഞു പോവും. രാത്രി വലിയ കുഴപ്പമില്ല, ഇത് തിളയ്ക്കുന്നതാണെങ്കിൽ ഇപ്പം തീ ഒന്ന് കുറച്ച് കൊടുക്കാം. അത് കിടന്ന് നന്നായിട്ട് തിളക്കിയിട്ട്, അല്ലേ വെള്ളം പറ്റിപ്പോവും. അതിൻ്റെ ഉപ്പൊന്ന് നോക്കി ഒരു ചെറിയ സ്പൂൺ എടുത്ത് പൊള്ളിക്കല്ലോ, അല്ലെന്നുണ്ടെങ്കിൽ ഇച്ചിരി കൂടി ഉപ്പിട്ട് കൊടുക്കാൻ. ഊതി നല്ലപോലെ. അപ്പം ഇത് നന്നായിട്ടൊന്ന് തിളച്ച് വേവട്ടെ എല്ലാം കൂടെ. അപ്പം ഞങ്ങൾ ഈ വരാന്തേന് ഇപ്പോൾ ഈ പണ്ട് ഞങ്ങളൊരു വീഡിയോ ഇട്ടാരിലും ഓർക്കുന്നോ, മീൻ വറുത്തത്, പിന്നെ ചപ്പാത്തി, മുട്ടക്കറി ഒക്കെ ഇട്ട അന്നത്തെ അവസ്ഥയും ഇന്നത്തെ അവസ്ഥയും തമ്മിലുള്ള വ്യത്യാസം കണ്ടോ? ഇവിടെ ഇപ്പോൾ ആരും ഇല്ല. ഇങ്ങനെ വഴിയിൽ നോക്കിയിരുന്ന പരിപാലമൊക്കെ ചെയ്യാം. കൊച്ചിനെയൊക്കെ എടുത്തുകൊണ്ട് ഇതാ നടക്കും. എന്ത് ചെയ്യുമെന്ന് പറയുന്നത്, കോവിഡും അസുഖമായിട്ടൊക്കെ ഒരു ബോധമില്ലാത്തോണം പിള്ളേരെയും കൊണ്ട് നടക്കുന്നു. ചൂടല്ലേ, പിള്ളേർക്കും റൂമിലിരിക്കാൻ വയ്യായിരിക്കും. റൂമാരി എപ്പോഴും എവിടെ ഈ പോകുന്നു, വണ്ടി ഒതുക്കാൻ ഇപ്പോൾ അങ്ങാരുടെ ഒരു കാറുണ്ട്, അവിടെ കൊണ്ടുവരാൻ നിർത്തും. നാളെ നമ്മളുള്ള ചെടികളെ കുറച്ച് ഇങ്ങോട്ട് സൈഡിലോട്ട് മാറ്റിയിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ ഇത് വിനാഗിരിയാണേ, ഒരുപാട് ഒഴിക്കേണ്ട, ഒരു അല്പം, ഒരു 1/2 ടീസ്പൂൺ വിനാഗിരി. ഇനി ഞാൻ ലേശം സോയ സോസ് എൻ്റെ ഉള്ളതുകൊണ്ട് ചേർക്കുന്നതേ ഉള്ളൂ. നിങ്ങളുടെ കയ്യിലില്ല എന്നുണ്ടെങ്കിൽ ചേർക്കണമെന്നൊരു നിർബന്ധവും ഇല്ല കേട്ടോ, നമുക്ക് പ്ലെയിനായിട്ട് ഉണ്ടാക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ അതേ നന്നായിട്ട് ഈ ന്യൂഡിൽസ് വെന്തു. വെജിറ്റബിൾസ് മൊത്തത്തിൽ അങ്ങ് വേവണ്ട, നമുക്ക് ഇച്ചിരി പച്ചക്ക് കിട്ടണം. അപ്പോൾ ഇനി ഇതിലേക്ക് നമുക്ക് ക്യാബേജ് ഇട്ട് കൊടുക്കാം.
ഇതിപ്പോൾ ചിക്കൻ സൂപ്പാണോ വെജിറ്റബിൾ സൂപ്പാണോ? ചിക്കനും വെജിറ്റബിൾസും എല്ലാം കൂടെ ഇട്ട ഒരു സൂപ്പ്, എങ്ങനെ വേണമെങ്കിലും പറയാം. വെജ് അപ്പോൾ ആൻഡ് നോൺ വെജ്. നിങ്ങൾക്ക് ഇങ്ങനെ തന്നെ വേണമെങ്കിൽ ഇങ്ങനെ തന്നെ യൂസ് ചെയ്യാം. അതല്ല നിങ്ങളുടെ കയ്യിൽ ഇച്ചിരി കൊഴുപ്പ് വേണം എന്നുണ്ടെങ്കിൽ കോൺ സ്റ്റാർച്ച്, ചോളത്തിൻ്റെ പൊടി നിങ്ങൾക്ക് യൂസ് ചെയ്യാം. ഇവിടെ ഞാൻ ഇച്ചിരി കലക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് നിങ്ങളുടെ കയ്യിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ എടുക്കാം, ഇല്ലെന്നുണ്ടെങ്കിൽ ഇങ്ങനെ പ്ലെയിനായിട്ടും കുടിക്കാം, ഒരു പ്രോബ്ലവും ഇല്ല. അപ്പം ഇത് എന്ത് പേരിടണം? ചിക്കൻ വെജിറ്റബിൾ നൂഡിൽ സൂപ്പ് അല്ല, പിന്നെന്തുവാ? വെജ് ആൻഡ് നോൺ വെജ് സൂപ്പ്. നൂഡിൽസ് കൂടെ വേണം. നമ്മൾ നൂഡിൽസ് കൂടെ ഇട്ടിട്ടുണ്ടല്ലോ. സാധാരണ എല്ലാവരും സൂപ്പിൽ നൂഡിൽസ് ഫ്രൈ ചെയ്താണ് ഇടുന്നേ. നമ്മളിപ്പോൾ അല്ലാതെ ഞാനൊരു അമ്മച്ചിയെ കാണിക്കട്ടെ. എന്നും ഈ അമ്മച്ചി നടക്കാൻ ഇറങ്ങും ഈ സമയത്ത്. നീ എന്നും കാണുന്നുണ്ടോ? ആ, ഞാൻ കാണാറില്ല. ഞാൻ എന്നും ഇവിടെ നിൽക്കുമ്പോൾ കാണുന്നുണ്ട്. എന്നും നടക്കാൻ ഇറങ്ങുന്നതാണ്. മാസ്കിന് പകരം സാരിയുടെ തുമ്പും കൊണ്ട് അതിന് വേണ്ടിയാണ് ഈ മൂക്ക് പൊത്തിപ്പിടിച്ചേക്കുന്നത്. ഞങ്ങൾ ഈ കൊച്ചു പാചകം ഇവിടെ അങ്ങ് ചെയ്തു. രസമുണ്ട് ഇവിടെ ഇപ്പം നിന്ന് ചെയ്യാനും ഇവിടെ ഇരുന്ന് തന്നെ കുടിക്കാനും. ആ, കൊഴുത്താന്നല്ലോ അല്ലേ? വലിയ കൊഴുപ്പോ? ആ, മതിയല്ലോ, വേണ്ടേ. അപ്പോൾ അതെ, ഞാൻ ഒത്തിരി ഈ കോൺ സ്റ്റാർച്ച് യൂസ് ചെയ്തില്ല, ചെറുതായിട്ടൊന്ന് കൊഴുപ്പിക്കാൻ വേണ്ടി ഇട്ടതേ ഉള്ളൂ, അത് മതി. അപ്പോൾ ഇതിനകത്ത് ഒരു ഉള്ളിത്തണ്ടൂടെ ഉണ്ടായിരുന്നെങ്കിൽ നല്ല ടേസ്റ്റ് കിട്ടിയേനെ. അപ്പോൾ പലരും ഇവിടുത്തെ ന്യൂസൊക്കെ കണ്ടിട്ട് എനിക്ക് മെസ്സേജ് ഇട്ടൊക്കെ ചോദിക്കുന്നുണ്ട് ഇവിടുത്തെ സിറ്റുവേഷൻ എങ്ങനെയാണെന്നൊക്കെ. അപ്പോൾ ഞാൻ വിശദമായിട്ട് ഞങ്ങൾ ബ്ലെസ്സഡ് ലൈഫ് ബെൻസീസ് വ്ളോഗ് എന്ന് നമ്മുടെ മറ്റേ ചാനലുണ്ടല്ലോ, അതിലൊരു വീഡിയോ ഇട്ടിട്ടുണ്ട്. കാണാത്തവരൊക്കെ അതൊന്ന് കണ്ടു നോക്കണേ. എല്ലാ ഡീറ്റെയിൽസും അതിൽ പറയുന്നുണ്ട്. മതി. കൊള്ളാം കൊള്ളാം. അപ്പം ലോക്ക്ഡൗൺ സൂപ്പ് എന്ന് പേരിടാം. അപ്പോൾ നിങ്ങൾക്ക് കയ്യിലുള്ള വെജിറ്റബിൾസ് എന്താണെന്ന് വെച്ചാൽ എടുത്തുണ്ടാക്കിക്കുക കേട്ടോ. വെറും നിസാരം 2-3 പീസ് ചിക്കൻ്റെ ആവശ്യമേ ഉള്ളൂ. ഇവിടെ ഇച്ചിരി കുരുമുളക് പൊടി കൂടിപ്പോയി. നിങ്ങൾ ഇത്രയും കുരുമുളക് പൊടി ഇടല്ലേ, ഇത്തിരി എരി കൂടിപ്പോയി. സാധാരണ സൂപ്പിന് ഇച്ചിരി എരിയൊക്കെ വേണം. അതുപോലെ ഇഞ്ചിയും വെളുത്തുള്ളിത്തിൻ്റെയാണ് ടേസ്റ്റ് മുമ്പിട്ട് നിൽക്കേണ്ടത്. അപ്പം ജോസൻ എന്താണ് ഇനി പറയാനുള്ളത്? അപ്പോൾ ഈ ലോക്ക്ഡൗൺ സമയത്ത് നിങ്ങൾക്ക് ഇതൊക്കെ വീട്ടിലിരുന്ന് ചെയ്യാവുന്നതാണ്. ഇങ്ങനെയുള്ള ചെറിയ ചെറിയ ഐറ്റംസ്, വലിയ ഐറ്റംസ് ചെയ്യണമെന്നില്ല, ചെറിയ ചെറിയ ഐറ്റംസ് ഒക്കെ ചെയ്യാനും പഠിക്കുവാനും ഒക്കെ നല്ല അവസരമാണ്. അപ്പോൾ അത് മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക ഈ ലോക്ക്ഡൗൺ ടൈമിൽ. അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്യാന്നുണ്ടെങ്കിൽ ഇതേപോലെ ഇരുന്ന് ലോക്ക്ഡൗൺ ടൈമിൽ കുടിക്കാം. നമ്മുടെ പോലീസുകാരും ചുറ്റി നടക്കുന്നു. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഞാനിവിടെ അവസാനിപ്പിക്കുകയാണേ. പറ്റുന്നവരൊക്കെ ഒന്ന് ട്രൈ ചെയ്തുണ്ടാക്കി കുടിക്കണം. വീണ്ടും പുതിയ വീഡിയോയുമായി വരാം. ടിൽ ദെൻ ബൈ. ഗോഡ് ബ്ലസ് യു. ബൈ.